ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനാസ് ബ്ലൂ റോസസ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൈനീസ് ഗാർഡനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നൊരു ഇൻട്രോ ചെയ്യാം നമുക്കിന്ന്. സോ ട്രൈപ്പോഡൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇൻട്രോ ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ജാപ്പനീസ് ഗാർഡൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൈനീസ് ഗാർഡനിലാട്ടോ. ഇവിടെ നമുക്ക് ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പഗോഡ ഒക്കെ കാണാം, ഓന്തിനെ കാണാം. പിന്നെ ഇവിടെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇന്ന് വെജിറ്റബിൾ ഗാർഡൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഗാർഡനൊക്കെ കാണാം. ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ, തക്കാളി എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കപ്പ അടക്കം ഇട്ടിട്ടുണ്ട്, ടാപ്പിയോക്ക, ജിഞ്ചർ, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ചേന ഒക്കെ ഇട്ടിട്ടുണ്ട്, വാഴ. അപ്പോൾ എനിക്ക് വെജിറ്റബിൾ ഫ്രഷായിട്ട് കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം ദാൻ ഫ്ലവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് വെജിറ്റബിൾ നമുക്ക് ഫ്രഷായിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമല്ലേ. എനിക്കെന്തോ അത് ഫ്രഷായിട്ട് കിട്ടുമ്പം കഴിക്കുന്ന ആ ഒരു വ്യത്യാസം എന്തായാലും നമുക്കുണ്ടാവും. വെജിറ്റബിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കാത്ത ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെജിറ്റബിൾ ഗാർഡൻ ഞാനിനി കാണിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് വെജിറ്റബിൾ ഗാർഡനാണ് കേട്ടോ. വെജിറ്റബിൾ ഗാർഡനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കാണാൻ. നമ്മൾ ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ കിട്ടുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണല്ലോ അല്ലേ. എന്തായാലും ഇവരിവിടെ കുറച്ച് സ്പേസ് വെജിറ്റബിൾസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ തിങ്ക് സ്ട്രോബെറി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ ഇത് ഐ തിങ്ക് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലേ. അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഇവിടെ കാണുന്നത് കണ്ടോ, ലോട്ടസ് പോണ്ടാണ്. ഐ തിങ്ക് ലോട്ടസ് ഒന്നും വിരിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ ലോട്ടസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോസ്. അപ്പോൾ ഐ തിങ്ക് 2-3 ലോട്ടസേ കാണുന്നുള്ളൂ. പിന്നെ അത് കൺഫ്യൂഷ്യസിൻ്റെ പ്രതിമയാണ് കേട്ടോ. ലോട്ടസ് കുറച്ചൊക്കെ കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വരാൻ നല്ല രസമാണ്. രാവിലെ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ആ ഭാഗത്തോട്ടേക്കൊന്ന് പോയി നോക്കാം. ലോട്ടസ് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുമോ നോക്കട്ടെ. കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജുറോങ് ലേക്ക് ഗാർഡൻ MRT ആണ് നിയർ ബൈ, അല്ലെങ്കിൽ ചൈനീസ് ഗാർഡൻ MRTയും വഴിക്കും വരാം. ബട്ട് ഐ തിങ്ക് ജുറോങ് ലേക്ക് ഗാർഡൻ MRT ആയിരിക്കും കുറച്ചും കൂടെ അടുത്ത്. എന്നിട്ട് ലോട്ടസ് പോണ്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെജിറ്റബിൾ ഗാർഡൻ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് കയറിയ ഉടനെ തന്നെ ഈ വെജിറ്റബിൾ ഗാർഡൻ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അത് പയറാന്ന് തോന്നുന്നുണ്ട്. ഓരോ വെജിറ്റബിൾസിൻ്റെ അടുത്ത് അവർ നെയിം ടാഗ് വെച്ചിട്ടുണ്ട്. സോ അറിയാത്തവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ കുറേ ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ഹണി ബീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതും ഐ തിങ്ക് സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ചെടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്കും കുറച്ച് ബേസിക് ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ പേര് അറിയുള്ളൂ കേട്ടോ. കുറേ അതിൽ ശംഖുപുഷ്പമൊക്കെ കാണാനുണ്ട്. ഈ ലീഫും കഴിക്കാൻ യൂസ് ചെയ്യുന്ന തോന്നുന്ന റെഡ് ലീഫാണോ അതിൻ്റെ ഫ്ലവറാണോ യൂസ് ചെയ്ത്? പുളിയല്ലേ, പുളീൻ്റെ മരമുണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ ചെടികൾ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്. ഇത് ബ്രിഞ്ചോൾ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. ആക്ച്വലി ഞാൻ ഇന്നലെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ബ്രിഞ്ചോൾ കാണാനില്ല. തുളസി വെറൈറ്റി തുളസി വെച്ചിട്ടുണ്ട്. പിന്നെ തായ് ബേസിൽ അതും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതും വെണ്ടയ്ക്ക, എന്തോ ഒരു വേറെ ടൈപ്പ് വെണ്ടയ്ക്ക. ലേഡീസ് ഫിംഗർ. ഇത് നമ്മുടെ സ്വന്തം ഗ്രീൻ ചില്ലീസ്. ഇതെന്താ
ഐ തിങ്ക് ഇതും ഒരു തരം വെണ്ടയ്ക്കാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സൈസ് ഭയങ്കര ഡിഫറെൻറ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെണ്ടയ്ക്കാസ്. ചില്ലീസ് ഇതേപോലെ കുറേ കളേഴ്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു തരം തുളസി. ഓന്തൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ അതിൻ്റെ പേര് ക്യൂരിയോസിറ്റി ഉള്ളവർക്ക് അത് എന്താ അറിയണം എന്നുള്ളവർക്ക് അത് നോക്കാം. പിന്നെ പലതരം സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ചെടി വെച്ചിട്ടുണ്ട് തോന്നുന്നു. ഐ തിങ്ക് പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് ദറ്റ് യെല്ലോ സ്വീറ്റ് പൊട്ടറ്റോ, ഓറഞ്ചസ്. ഇത് പയറ്. ഇത് ഐ തിങ്ക് നമ്മൾ തിപ്പലി എന്ന് പറയുന്ന സാധനമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് വൈൽഡ് പെപ്പർ എന്ന് പറയുന്നത്. അതിലുണ്ടായ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. ശംഖുപുഷ്പം, അതിൽ ഓരോ ചെടി തന്നെ 2 കളറും കൂടെ മിക്സ് ആയത്. ഇതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ലേ, ഫ്രഷായിട്ട് കഴിക്കാം വെജിറ്റബിൾസൊക്കെ. തുളസി തന്നെ പല വെറൈറ്റി തുളസികളുണ്ട്. അതൊരു പയർ വെറൈറ്റി. അഗെയിൻ വെണ്ടയ്ക്ക. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. കറി ലീവ്സ് ഉണ്ട്. പിന്നെ ഇതൊരു തരം ചീരയാണ് കേട്ടോ. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. എല്ലാം ഇവിടെ വെജിറ്റബിൾ ഗാർഡൻ ആണല്ലോ. ഓഫ് കോഴ്സ് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് അധികം കാണാത്തൊരു ടൈപ്പ് ചീരയാണ്. തക്കാളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാൻ കുഞ്ഞു കുഞ്ഞു തക്കാളിയുള്ളൂ. പക്ഷെ കുറേ തേനീച്ചകൾ വാറി നടക്കുന്നുണ്ട്. മുരിങ്ങയില. ഇതെന്താ പടർത്തി വിട്ടേക്കുന്നാവോ അറിയില്ല കേട്ടോ. എന്താ കാണാണ്ട്. ഈ ഫ്ലവറിന് ഭയങ്കര സ്മെല്ലാട്ടോ. ഭയങ്കര സ്മെല്ല്, അടിപൊളി സ്മെല്ല്. ഐ തിങ്ക് ഇത് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലേ. പിന്നെ അതേപോലെ ടാപ്പിയോക്കയും കാണാൻ വേണ്ടി പറ്റും. ദിൽ ലീവ്സ് ആണെന്ന് തോന്നുന്നത്. പിന്നെ കുറേ തുളസി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേമ്പ്, കൊളക്കേഷ്യ, പേർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെതും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ചെടികൾ. ഇത് നെല്ലിക്കല്ലേ, നെല്ലിക്കേൻ്റെ മരമാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്പേസും ഉണ്ട് കേട്ടോ. കുറേ നടന്ന് ക്ഷീണിക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാം. മുരിങ്ങേൻ്റെ ഇല, മുരിങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാ കസാവ, ടാപ്പിയോക്ക. അങ്ങോട്ട് പോയി നോക്കാം. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ ഗാർഡൻ രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും കാണുന്നില്ല.
ഫ്ലവേഴ്സും ബ്യൂട്ടിഫുൾ അല്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെ വെക്കുമ്പം. പക്ഷേ വെജിറ്റബിൾസ് ആകുമ്പോൾ നമുക്കത് കഴിച്ചൊരു തൃപ്തി ഉണ്ടാവും. അയ്യോ പംകിനൊക്കെ നോക്കിയേ, എന്തു ഭംഗിയാ കാണാൻ. ഫുൾ വണ്ട കേട്ടോ, വണ്ട്. ഓ അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടായാൽ കഴിക്കാൻ എന്ത് സന്തോഷമായിരിക്കും അല്ലേ. ഫ്രഷായിട്ട് പറിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും നമ്മുടെ ഹെൽത്തിലും കാണും. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഇതേപോലൊരു ക്രീപ്പറാണ്. ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. മേ ബി നമ്മളൊരു 2-3 ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പം ഇവിടെയൊക്കെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ പൂവല്ലേ, പേര് ഞാൻ മറന്നു. ഈ പൂ വെച്ചിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമല്ലോ. ഉപ്പേരി എന്താ, തോരനൊക്കെ വെക്കുന്ന പൂവല്ലേ ഇത്. ആ പൂ കാണുന്നുണ്ട്. പയറുണ്ട്. അങ്ങനെ ഐ തിങ്ക് ഇത് കൊത്തവരല്ലേ. കൊത്തവരക്ക് എന്താ പറയുക, അമരയല്ലേ ഇത്. അമര ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. 2 തരമുണ്ട്. ഒന്ന് പേർപ്പിൾ കളറുള്ളതും ഒന്ന് വൈറ്റും. അതന്നെ അതാ. ഇത് ഇങ്ങനത്തെ ടൈപ്പ്. ഇത് മറ്റേ ചതുരപ്പയറോ അങ്ങനെ ആ സാധനമല്ലേ ഇത്. നോക്കിയേ, അതിൻ്റെ മുകളിലൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പയർ, നമ്മുടെ സ്വന്തം പയർ. ഇതല്ലേ ചതുരപ്പയർ. മറ്റേതിനെന്താ പറയുക, എനിക്ക് പേരറിഞ്ഞൂടാ. നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. അപ്പോൾ പംകിനൊന്നും കൂടെ ശരിക്ക് കാണാൻ വേണ്ടി പറ്റും. അത് പേരയ്ക്ക. കുറേ ഫ്രൂട്ട്സും ഇട്ടിട്ടുണ്ട് കേട്ടോ. പേരയ്ക്ക തന്നെ കുറേ ഇട്ടിട്ടുണ്ട്. ഒരു ലൈനിൽ ഫുള്ള് പേരയ്ക്ക ഇട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറാം. പംകിൻ കാണാൻ വേണ്ടി പറ്റും. റിഡ്ജ് ഗാർഡ് അല്ലേ ഇത്. റിഡ്ജ് ഗാർഡ് എന്താ പറയുക, അവിടെ താഴെ തന്നെ ഉണ്ട്. ഇങ്ങനെ റിഡ്ജ് ഗാർഡ് ഉണ്ട്. ഇതാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നെയിമും അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ, എന്നെപ്പോലെ അറിയാത്തവർക്ക് വേണ്ടി. പംകിൻ അതാ ഇളവനും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് രസമല്ലേ നിൽക്കണ കാണാൻ. ഇത് പംകിൻ നോക്കിയേ. നല്ല അടിപൊളി സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ തലയിൽ വീഴുമെന്നറിയില്ല. അങ്ങനെ ഇതെന്താ സാധനം എനിക്ക് അറിഞ്ഞൂടാ. ഇതും എന്തോ ഒരു കായൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ. ഇളവൻ ഒരുപാടുണ്ട്. ഓൾട്ടർനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് മത്തൻ, ഒരു ഭാഗത്ത് ഇളവൻ. ഈ ഇളവനതാ കെട്ടിയൊക്കെ ഇട്ടുണ്ട്. മേ ബി പറിക്കാനായിട്ടുണ്ടാവും. വിൻറ്റർമെലൺ. അടുത്തത് ഇന്ത്യൻ സ്നേക്ക് ഗാർഡ്, നമ്മുടെ സ്വന്തം പടവലങ്ങ. പടവലങ്ങ കുറച്ചൊരു ആരോഗ്യക്കുറവുണ്ട് കേട്ടോ.
ഓക്കെ, ഇത് എസ്പെരഗസ് ആണ്. നമ്മളിപ്പോൾ കണ്ടത് എസ്പെരഗസ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വെജിറ്റബിൾ ഗാർഡൻ കണ്ട് എൻ്റെ പോലെ തന്നെ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോൾ വാക്കിംഗ് വരാൻ നല്ലൊരു സന്തോഷമുണ്ട്. കുറേ കൂടെ ജുറോങ് ലേക്ക് ഗാർഡൻസ് അടിപൊളിയായിരുന്നു. പ്ലസ് ഇപ്പം കുറേ കൂടെ സന്തോഷമായി. കുറേ വെജിറ്റബിൾസും ലോട്ടസും ഒക്കെ കാണാൻ കുറച്ചും കൂടെ സന്തോഷമല്ലേ. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് അല്ലേ നമുക്കിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സിംഗപ്പൂർ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കുക്കിംഗ് വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ടു വീനാസ് ബ്ലൂ റോസസ് ഫോർ മോർ സച്ച് വീഡിയോസ്. ടാറ്റാ, ബൈ ബൈ.